നമസ്കാരം, ഞാൻ മഞ്ജുഷ. ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ. കോട്ടയം ജില്ലയിൽ 15 ലക്ഷത്തിലധികം വോട്ടർമാർ. ചങ്കിടിപ്പോടെ മുന്നണികൾ. വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖ നിർബന്ധം. ഫോട്ടോ പതിച്ച വോട്ടർ കാർഡ് പ്രധാന രേഖ. ആധാർ ഉൾപ്പെടെ 11ലധികം രേഖകൾ ഉപയോഗിക്കാം. വോട്ടെടുപ്പിന് കോട്ടയം ജില്ല സജ്ജം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ജില്ലയിൽ 1791 പോളിംഗ് ബൂത്തുകൾ. ഭരണവിരുദ്ധ വികാരം പ്രതിഷേധ വോട്ടായി മാറുമെന്ന് KPMS. 10 വർഷം കൊണ്ട് പട്ടിക ജനതയെ സർക്കാർ വഞ്ചിച്ചെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 15,5985 പേർ കോട്ടയം ജില്ലയിൽ വോട്ട് ചെയ്യും. രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയമിടിപ്പേറ്റുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. പ്രചരണത്തിന്റെ ആവേശം ആകാശമുട്ടെ ഉയർത്തിയ കലാശക്കൊട്ടോടെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അവസാനിച്ചു. വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മുന്നണികളെല്ലാം. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലങ്ങളിലായി 60 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. ആകെ 15,05,985 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 7,72,587 സ്ത്രീ വോട്ടർമാരും 7,33,385 പുരുഷന്മാരും 13 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടും. കോട്ടയം ജില്ലയിൽ ക്രമസമാധാനം ഉറപ്പാക്കാനും തെരഞ്ഞെടുപ്പ് നടപടികളുടെ സുരക്ഷയ്ക്കുമായി 4,577 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നാളെ നടക്കുന്ന വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതണം. ഫോട്ടോ പതിച്ച വോട്ടർ കാർഡാണ് പ്രധാന തിരിച്ചറിയൽ രേഖ. വോട്ട് ചെയ്യാനുള്ള പ്രധാന തിരിച്ചറിയൽ രേഖ ഫോട്ടോ പതിപ്പിച്ച വോട്ടർ കാർഡാണ്. ഇത് ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രേഖകളും തിരിച്ചറിയലിനായി ഉപയോഗിക്കാം. ആധാർ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതി പ്രകാരം നൽകിയിരിക്കുന്ന ആരോഗ്യ പരിരക്ഷാ സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയ സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ജീവനക്കാർക്ക് നൽകുന്ന സർവീസ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, MP, MLA, MLC എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ്, ഭാരത സർക്കാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന സവിശേഷ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. കോട്ടയം ജില്ലയിൽ 1791 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പാലാ മണ്ഡലത്തിൽ 217 ഇടത്തും, കടുത്തുരുത്തിയിൽ 205 ഇടത്തും, വൈക്കത്ത് 180 ഇടത്തും, ഏറ്റുമാനൂരിൽ 177 ഇടത്തും, കോട്ടയം മണ്ഡലത്തിൽ 188 ഇടത്തും പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കും. പുതുപ്പള്ളിയിൽ 201 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ചങ്ങനാശ്ശേരിയിൽ 205ഉം കാഞ്ഞിരപ്പള്ളിയിൽ 200 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. പൂഞ്ഞാർ മണ്ഡലത്തിൽ 218 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. എല്ലാ മണ്ഡലങ്ങളിലുമായി പോളിംഗ് ജോലിക്ക് 8,608 ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നാളെ വോട്ടെടുപ്പിന്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അതത് സ്ഥലങ്ങളിലെത്തി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കടുത്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മന്ത്രി VN വാസവൻ പാമ്പാടി MGM സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ചമ്പക്കര സുഭാഷ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാവും വോട്ട് രേഖപ്പെടുത്തുക. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ പോളിംഗിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ജില്ല. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലായി 60 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ജില്ലയിലെ പ്രമുഖരെല്ലാം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. മന്ത്രി VN വാസവൻ ജനവിധി തേടുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണെങ്കിലും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലെ പാമ്പാടി MGM സ്കൂളിലാവും. ഏറ്റുമാനൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് നാട്ടകം മറിയപ്പള്ളി SNDP സ്കൂളിലും NDA സ്ഥാനാർത്ഥി ആതിര D നായർ പുന്നത്തുറ വെസ്റ്റ് ഗവൺമെന്റ് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തു. കോട്ടയം മണ്ഡലം UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ തന്നെ കോട്ടയം വയസ്കര ഗവൺമെന്റ് LP സ്കൂളിലാവും വോട്ട് രേഖപ്പെടുത്തുക. LDF സ്ഥാനാർത്ഥി K അനിൽകുമാർ തിരുവാർപ്പ് UP സ്കൂളിലും NDA സ്ഥാനാർത്ഥി P അനിൽകുമാർ വെള്ളൂത്തുരുത്തി ഗവൺമെന്റ് UP സ്കൂളിലും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. പുതുപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലാവും വോട്ട് ചെയ്യുക.
LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ നെന്മല ഗ്രാമസേവിനി റിക്രിയേഷൻ ക്ലബിൽ വോട്ട് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം രാവിലെ 7:30 വാകത്താനം നാലുന്നാക്കൽ സെന്റ് ഏലിയാസ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തും. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും നിലവിലെ സർക്കാർ ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജ് ചെമ്പക്കര സുഭാഷ് മെമ്മോറിയൽ സ്കൂളിലും UDF സ്ഥാനാർത്ഥി റോണി K ബേബി ആനക്കല്ല് ഗവൺമെന്റ് LP സ്കൂളിലെ 23-ാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തും. കേന്ദ്രമന്ത്രിയും കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ വോട്ട് ചെയ്യുന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലെ കടുത്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാവും. പാലായിൽ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണി പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലും UDF സ്ഥാനാർത്ഥി മാണി C കാപ്പൻ കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക് സ്കൂളിലും NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പുലിയന്നൂർ ആശ്രമം LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും. പൂഞ്ഞാറിൽ LDFന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൂവപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിലും UDFന്റെ അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ പ്ലാസനാൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും NDA സ്ഥാനാർത്ഥി PC ജോർജ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമെത്തി തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക് പൊൻകുന്നം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളാണ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. 2241 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും 2420 VVPAT യന്ത്രങ്ങളുമാണ് വോട്ടെടുപ്പിന് വേണ്ടത്. പാലാ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ പാലാ കാർമൽ പബ്ലിക് സ്കൂളിലും കടുത്തുരുത്തി മണ്ഡലത്തിലേത് സെന്റ് വിൻസെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിതരണം ചെയ്തത്. വൈക്കം മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വൈക്കം ശ്രീനാരായണ HSSലും ഏറ്റുമാനൂർ മണ്ഡലത്തിലേത് അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വിതരണം നടന്നു. കോട്ടയം മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലും പുതുപ്പള്ളി മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലും വിതരണം ചെയ്തു. ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേത് ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിലും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലും നടന്നു. പൂഞ്ഞാർ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിലാണ് നടന്നത്. പോളിംഗ് സാമഗ്രികളും ഉദ്യോഗസ്ഥരെയും വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിക്കുന്നതിനായി 259 ബസ്സുകൾ, 89 മിനി ബസ്സുകൾ, 147 ട്രാവലറുകൾ, 108 കാർ, ജീപ്പ് എന്നിവ ഏർപ്പാടാക്കിയിരുന്നു. കരുതലായി 62 വാഹനങ്ങളും സെക്ടറൽ ഓഫീസർമാർക്ക് ഉപയോഗിക്കുന്നതിനായി 187 വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. പാലാ കാർമൽ പബ്ലിക് സ്കൂളിലായിരുന്നു വിതരണം. വോട്ടെടുപ്പ് നാളെ. കേന്ദ്രങ്ങൾ സജ്ജം. പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഉദ്യോഗസ്ഥർ. പാലാ നിയമസഭാ മണ്ഡലത്തിലെ സാമഗ്രികൾ പാലാ കാർമൽ സ്കൂളിൽ നിന്നും, കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ സാമഗ്രികൾ പാലാ ചാവറ സ്കൂളിൽ നിന്നുമാണ് വിതരണം ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രവും. പോളിംഗ് ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഹരിത ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുടിവെള്ളത്തിനും വിശ്രമിക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ അവരുടെ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, പാലാ. ഭരണവിരുദ്ധ വികാരം പ്രതിഷേധ വോട്ടായി മാറുമെന്ന് KPMS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയ നേതൃത്വം പട്ടിക വിഭാഗ ജനതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ കോട്ടയത്ത് പറഞ്ഞു. കേരളത്തിലെ അടിസ്ഥാന ജനതയെ അവഗണിച്ച 10 വർഷക്കാലത്ത് ഇടതുഭരണത്തിൽ നേരിട്ട നിരാശ പ്രതിഷേധ വോട്ടായി മാറും എന്ന് KPMS ജനറൽ സെക്രട്ടറി K തങ്കപ്പൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ നേതൃത്വം പട്ടിക വിഭാഗ ജനതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളുടെ പ്രകടന പത്രികയിൽ പട്ടിക വിഭാഗ വികസന നയരേഖയെ സംബന്ധിച്ച് പ്രതിപാദിക്കാത്തത് ഈ വിഭാഗങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇടതു സർക്കാരിന് പട്ടിക വിഭാഗ വികസനത്തിനായുള്ള 7411 കോടി രൂപ ലാപ്സ് ആക്കുവാൻ അവസരം ലഭിച്ചതെന്നും K തങ്കപ്പൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അർഹമായ സീറ്റ് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ സമുദായമായ പുലയ സമുദായത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരെ അർഹമായി പരിഗണിക്കാത്തതും പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ സഭ തങ്ങളുടെ ജനാധിപത്യ അവകാശം കൃത്യമായി വിനിയോഗിക്കുമെന്ന് അറിയിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ അർഹമായ സീറ്റ് നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടും സമുദായത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ വഞ്ചിച്ചതും സീറ്റ് വിഭജനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭൂരിപക്ഷ സമുദായമായ പുലയരെ അവഗണിച്ചതും പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ സഭാംഗങ്ങൾ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുമെന്നും KPMS ഭാരവാഹികൾ പറഞ്ഞു. പ്രൊഫസർ MK മോഹനൻ, രമേശ് പുന്നക്കാടൻ, KP ഹരി, NK റെജി, KK ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
വൈക്കം തലയാഴത്ത് കർഷകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലയാഴം കൂവം പുളിക്കാശ്ശേരിയിൽ മക്കൻ ചെല്ലപ്പനെയാണ് CPI തലയാഴം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയെന്ന് ആരോപിച്ച് BJP, കോൺഗ്രസ്, CPI പ്രവർത്തകർ രംഗത്ത് വന്നു. വൈക്കം തലയാഴത്ത് കർഷകനെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തലയാഴം കൂവം പുളിക്കാശ്ശേരിയിൽ മക്കൻ എന്ന് വിളിക്കുന്ന ചെല്ലപ്പനാണ് മരിച്ചത്. CPI തലയാഴം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ മാവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മാങ്ങ പെറുക്കാൻ എത്തിയവരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ശരീരം പാതി തളർന്ന് വോക്കറിന്റെ സഹായത്തോടെ ജീവിച്ചിരുന്ന ചെല്ലപ്പൻ എങ്ങനെ മാവിൻ കൊമ്പിൽ കുരുക്കിട്ട് തൂങ്ങി എന്നത് ദുരൂഹത പടർത്തുന്നുണ്ട്. ഓഫീസിന് എതിർവശത്തായി ഇയാളുടെ പെട്ടിവണ്ടിയും കണ്ടെത്തി. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP, കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തു വന്നു. പാർട്ടി ഓഫീസിലെ ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലാണെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും CPI മണ്ഡലം സെക്രട്ടറി MD ബാബുരാജ് ആരോപിച്ചു. ഇടയാഴത്ത് ഗുരുകൃപ ഹോർട്ടികൾച്ചറൽ എന്ന പേരിൽ നഴ്സറി നടത്തി വരികയായിരുന്നു മരിച്ച ചെല്ലപ്പൻ. CPI പ്രവർത്തകനായിരുന്ന ചെല്ലപ്പൻ ഏറെക്കാലമായി പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അടുത്തിടെ വൈക്കത്തെ UDF സ്ഥാനാർത്ഥിയെ അനുകൂലിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടത് വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിരുന്നു. മരിച്ച ചെല്ലപ്പന് ഭാര്യയും 2 മക്കളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാടി സെന്ററിന്റെ 57ാമത് കൺവെൻഷനും മിഷനറി സമ്മേളനവും ഈ മാസം 9 മുതൽ 12 വരെ പാമ്പാടി MGD ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 9:30 മുതൽ രാത്രി 9:30 വരെ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന കൺവെൻഷൻ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം ദാനിയേൽ ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പാമ്പാടിയിലുള്ള GMD ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മണി മുതൽ രാത്രി 9:30 മണി വരെ നടക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷന്റെ പ്രത്യേകത മിഷനറി സമ്മേളനം എന്ന നിലയിലൂടെ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലും നേപ്പാൾ, ഭൂട്ടാൻ, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രവർത്തകരുണ്ട്. അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 9:30 മണിക്ക് ആരംഭിക്കുന്ന മീറ്റിംഗ് ഞങ്ങളുടെ മിഷനറി സമ്മേളനമാണ്. ആ സമ്മേളനം രാവിലെ 9:30-ക്ക് പാമ്പാടി സെന്ററിന്റെ പ്രസിഡന്റ് പാസ്റ്റർ സാം ഡാനിയേൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ. കോട്ടയം ജില്ലയിൽ 15 ലക്ഷത്തിലധികം വോട്ടർമാർ. ചങ്കിടിപ്പോടെ മുന്നണികൾ. വോട്ട് ചെയ്യാൻ തിരിച്ചറിയൽ രേഖ നിർബന്ധം. ഫോട്ടോ പതിച്ച വോട്ടർ കാർഡ്, പ്രധാന രേഖ, ആധാർ ഉൾപ്പെടെ 11-ലധികം രേഖകൾ ഉപയോഗിക്കാം. വോട്ടെടുപ്പിന് കോട്ടയം ജില്ല സജ്ജം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. ജില്ലയിൽ 1791 പോളിംഗ് ബൂത്തുകൾ. ഭരണവിരുദ്ധ വികാരം പ്രതിഷേധ വോട്ടായി മാറുമെന്ന് KPMS. 10 വർഷം കൊണ്ട് പട്ടിക ജനതയെ സർക്കാർ വഞ്ചിച്ചെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.